യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കണ്ടേ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കണ്ടേ? ഞാൻ പൂർണ്ണ ദേശത്തോടെ അവരെ ദേശിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ സങ്കീർത്തനം 139 ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുക. രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നമ്മുടെ ശത്രുക്കളോട് നമ്മൾ ക്ഷമിക്കുക. ദൈവത്തിന്റെ ശത്രുക്കളോട്, ദൈവത്തിന് ആരാണ് ശത്രുക്കൾ? അവരോട് ഇങ്ങനെയാണ് ഇടപെടേണ്ടത്. നമ്മൾ വചനധ്യാനത്തിന് ഇരിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ കടന്നു വരുന്ന ചിന്തകൾ പൈശാചികമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ശാസിക്കും, നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും. ഒരു പ്രാർത്ഥനാ വിഷയമാണെങ്കിലോ അതേ കയറി തുടരുത്. വചനധ്യാനത്തിനിരിക്കുമ്പോൾ, കർത്താവിൽ നിന്ന് കേൾക്കാൻ നമ്മളിരിക്കുമ്പോൾ, വരുന്നത് നല്ലതായാലും ചീത്തയായാലും ഞാൻ പൂർണ്ണ ദേശത്തോടെ അവരെ ദേശിക്കും, അവരെ എൻ്റെ ശത്രുക്കളാകണം. കാരണം ദൈവം നിനക്ക് മർമ്മങ്ങൾ പൊരുളുതിരിച്ചു തരാൻ തുടങ്ങാൻ പോവുക. ദൈവം നിന്നോട് സംസാരിക്കാൻ പോവുക. അഗോചരമായതും മഹത്തമായതും പറയാൻ പോവുക. നീ ഭാരപ്പെടുന്ന സകല വിഷയത്തിലും, ഇടക്ക് കയറി വരുന്ന എല്ലാ ചിന്തകളിലും പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ദൈവം സംസാരിക്കുന്നതിലുണ്ട്. ആ സമയത്ത് വേറൊന്നിനും ഇടം കൊടുക്കരുത്. ഫോണിന് ഇടം കൊടുക്കരുത്, ലൂസ് ടോക്കിങ്ങിന് ഇടം കൊടുക്കരുത്, ലൂസ് തോട്ട്സിന് ഇടം കൊടുക്കരുത്. പിന്നെയോ, കർത്താവേ, അടിയൻ കേൾക്കുന്നു, സംസാരിക്കണമേ എന്ന് ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുക.